ആദ്യം മാർവൽ അയാളെ രക്ഷിച്ചു. ഇപ്പോഴിതാ അയാൾ മാർവലിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എൻ ഗെയിമിൽ അയാം അയൺമാൻ എന്ന വാചകത്തോടെ വിട പറഞ്ഞപ്പോൾ ആരും കരുതിയതേയല്ല ഇങ്ങനെയൊരു തിരിച്ചുവരവ്, അതും വില്ലൻ വേഷത്തിൽ. ഡൂംസ്ഡേ എത്തുമ്പോൾ ഏതൊക്കെ നായകന്മാർ സ്ക്രീനിൽ തെളിഞ്ഞാലും ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുക ഡോക്ടർ ഡൂമിനാകും. 100% ഉറപ്പിച്ച് അത് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആ പേര് തന്നെയാണ്, റോബർട്ട് ഡൗണി ജൂനിയർ. ഫിലിം മേക്കറായിരുന്നു RDJയുടെ അച്ഛൻ റോബർട്ട് ഡൗണി സീനിയർ. അമ്മ എൽസി ആൻഡ് ആക്ട്രസും. അച്ഛൻ സംവിധാനം ചെയ്ത് അമ്മ അഭിനയിച്ച പൗണ്ട് എന്ന സിനിമയിലൂടെയാണ് RDJ ആദ്യമായി സ്ക്രീനിലെത്തുന്നത്. 1970 തൻ്റെ 5ാം വയസ്സിൽ. പിന്നീട് ഇങ്ങോട്ടും അച്ഛൻ സംവിധാനം ചെയ്ത സിനിമകളിലൂടെ തന്നെയായിരുന്നു RDJയുടെ ഫിലിം ജേണി. ഒരേ സമയം അത്രയേറെ ഫെയിമും അതിനൊപ്പം ഡ്രഗ്സിനോടുള്ള എക്സ്പോഷറും ചെറുപ്രായത്തിലെ തന്നെ റോബർട്ടിനെ തേടിയെത്തി. റോബർട്ട് സീനിയറും ജൂനിയറും അഡിക്ഷനുമായി സ്ട്രഗിൾ ചെയ്തവരാണ്. 6ാം വയസ്സിൽ മകന് കഞ്ചാവ് നൽകിയെന്ന് പിതാവ് തന്നെ സമ്മതിച്ചതുമാണ്. ആ നിമിഷം തന്നെ അത് റിഗ്രറ്റ് ചെയ്തതായും അദ്ദേഹം പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു. എങ്കിലും മാർവലിനും അയൺമാനും എല്ലാം മുന്നേ തന്നെ ഹോളിവുഡിലെ ഫൈനസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളായി തന്നെയാണ് RDJയെ എല്ലാവരും കണ്ടത്. 1992 ചാപ്ലിനാണ് RDJയുടെ കരിയറിലെ ബ്രേക്ക് ത്രൂ. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത സിനിമയിൽ ചാർലി ചാപ്ലിനായി റോബർട്ട് എത്തി. ദ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് ക്രിട്ടിക്സ് അദ്ദേഹത്തെ വാഴ്ത്തി. കരിയറിലെ ആദ്യ അക്കാഡമി അവാർഡ് നോമിനേഷനും RDJ ചാപ്ലിനിലൂടെ സ്വന്തമാക്കി. മികച്ച നടനുള്ള ബ്രിട്ടീഷ് അക്കാദമി അവാർഡും അദ്ദേഹം നേടി. അങ്ങനെ കരിയറിൻ്റെ പീക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കവെയാണ് ഡ്രഗ് കേസുകൾ RDJയെ വിടാതെ പിന്തുടർന്നത്. 1996 മുതൽ 2002 വരെയുള്ള കാലം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഡാർക്കസ്റ്റ് പീരിയഡാണ്. ഡ്രഗ്സ് കൈവശം വെച്ചതിന് പലതവണ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ഡ്രഗ് ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു, നിരവധി തവണ റീഹാബിലിറ്റേഷനിൽ ഇരിക്കേണ്ടി വന്നു, പല കഥാപാത്രങ്ങളും നഷ്ടപ്പെട്ടു, സ്റ്റുഡിയോകളിൽ നിന്നുള്ള ഇൻഷുറൻസ് ബാക്കിംഗ് നഷ്ടമായി. റോബർട്ടിനെ കാസ്റ്റ് ചെയ്യുന്നത് വലിയ റിസ്ക് ആണെന്ന് വരെ ഹോളിവുഡിലെ വമ്പൻ നിർമ്മാതാക്കൾ പറഞ്ഞു. അൺറിലയബിൾ, അൺഇൻഷൂറബിൾ, അൺഎംപ്ലോയബിൾ, ഇതായി RDJയുടെ ഹോളിവുഡ് ടാഗ്ലൈൻ. 1999 മാലിബൂവിലെ തൻ്റെ വീട് വിറ്റിട്ട് പോലും ലീഗൽ ബിൽസ് പേ ചെയ്യാൻ കഷ്ടപ്പെടുകയായിരുന്നു അദ്ദേഹം. കോടതി RDJയെ കാലിഫോർണിയ സബ്സ്റ്റൻസ് അബ്യൂസ് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റിയിലേക്ക് 3 വർഷം തടവിന് ശിക്ഷിച്ചു. അപ്പീലും ഇതിനു മുൻപ് ജയിലിലും റീഹാബിലിറ്റേഷനുമായി ചെലവഴിച്ച സമയവും കണക്കിലെടുത്ത് 1 വർഷത്തിൽ അവിടെ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് ഹിറ്റ് ടെലിവിഷൻ സീരീസായ അലി മക്ബീലിലൂടെ RDJ സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നേടി. അതൊരു തിരിച്ചുവരവാകുമെന്ന് കരുതിയെങ്കിലും 2000 അവസാനവും 2001 RDJ പോലീസ് കസ്റ്റഡിയിലായി. ഡ്രഗ്സ് കൈവശം വെച്ചതിനാലും മയക്കുമരുന്നിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നും ആരോപിച്ചായിരുന്നു അറസ്റ്റ്. അങ്ങനെ വീണ്ടും റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് അയക്കപ്പെട്ടു. 2003 ഗോത്തിക്ക റിലീസ് ചെയ്യുന്നത്. ആ സിനിമയുടെ പ്രൊഡ്യൂസറായിരുന്നു സൂസൻ. അന്ന് സെറ്റിൽ വെച്ചുള്ള റോബർട്ടിൻ്റെയും സൂസൻ്റെയും പരിചയം പ്രണയത്തിലേക്ക് കലാശിച്ചു. അപ്പോഴും ഡ്രഗ് യൂസിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലായിരുന്നു RDJ. സൂസൻ ആ ശ്രമത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചു. അത് RDJയും പറഞ്ഞതാണ്. ഓസ്കർ പുരസ്കാരവും കയ്യിൽ പിടിച്ച് ഭാര്യയെക്കുറിച്ച് RDJ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു പെറ്റായിരുന്നു ഞാൻ. എന്നെ കണ്ടെത്തി സ്നേഹിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അവളാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇരുവരുടെയും പ്രണയമാണ് RDJയുടെ കരിയറിനെ പോലും റിവൈവ് ചെയ്തതെന്ന് പറയാം. പിന്നീട് ഇങ്ങോട്ട് പല സിനിമകളിലൂടെയും തൻ്റെ റെപ്യൂട്ടേഷൻ തിരിച്ചു പിടിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രമം. ആ സമയത്താണ് മാർവൽ RDJയുടെ അടുത്തെത്തുന്നത്. അദ്ദേഹത്തെ അയൺമാൻ റോളിലേക്ക് കൺസിഡർ ചെയ്യുന്നുവെന്ന് അറിഞ്ഞപ്പോൾ പലരുടെയും നെറ്റ് ചൊളിഞ്ഞു. റോബർട്ടിനും അതൊരു കൺഫ്യൂസിംഗ് ഡിസിഷൻ ആയിരുന്നു. സൂപ്പർമാനെയോ ബാറ്റ്മാനെയോ സ്പൈഡർമാനെയോ പോലെ പോപ്പുലർ അല്ലാത്ത ഒരു സൂപ്പർ ഹീറോ ആയാൽ അത് കരിയറിനെ മോശം രീതിയിൽ ബാധിക്കുമോ എന്ന ചിന്ത അദ്ദേഹത്തിനും ഉണ്ടായി. ടോം ക്രൂസ് അടക്കമുള്ള പേരുകൾ അന്ന് അയൺമാനായി ഉയർന്നു കേൾക്കുകയും ചെയ്തു. പക്ഷേ ഒടുവിൽ ആ വേഷം RDJയിൽ തന്നെ എത്തിച്ചേർന്നു. പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല മാർവലിനും RDJയ്ക്കും. അയൺമാൻ ഫാൻ ഫേവറേറ്റായി, എർത്ത്സ് മൈറ്റിയസ്റ്റ് ഹീറോ ആയി. സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച കാസ്റ്റിംഗ് തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു അതെന്നാണ് ക്രിസ്റ്റഫർ നോളൻ വരെ പറഞ്ഞത്. അവഞ്ചേഴ്സും ഏജ് ഓഫ് അൾട്രോണും സിവിൽ വാറും എല്ലാം കഴിഞ്ഞ് എൻ ഗെയിമിൽ ടോണി സ്റ്റാർക്ക് മരിച്ചപ്പോൾ ഈറനണിയാത്ത ഒരു മാർവൽ ഫാൻ പോലും ഉണ്ടാവില്ല. അതായിരുന്നു അയാൾ ആ വേഷത്തിന് നൽകിയ പവർ. മറ്റാര് ചെയ്താലും താൻ ചെയ്തു വെച്ചതിൻ്റെ 10-1 പോലും എത്തില്ലെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞു. എൻ ഗെയിമിന് ശേഷം മാർവലിന് പാളി. 1-2 മികച്ച സിനിമകൾ എന്നതിനപ്പുറത്തേക്ക് പുറത്തിറങ്ങിയ സീരീസും സിനിമകളും എല്ലാം വിമർശിക്കപ്പെട്ടു. MCUവിനോട് പോലും പല ആരാധകരും വിട പറഞ്ഞു. തന്നെ രക്ഷിച്ച സ്റ്റുഡിയോ ഒരു പ്രശ്നം നേരിടുമ്പോൾ രക്ഷിക്കാൻ താനല്ലാതെ മറ്റാര് വരാൻ? ഒടുവിൽ മറ്റൊരു രൂപത്തിൽ, ഭാവത്തിൽ അയാൾ തിരികെ വന്നു. ഇന്നേ വരെ കണ്ട മാർവൽ സിനിമകളിലെ ഏറ്റവും വലിയ വില്ലനാകാൻ, ഡോക്ടർ ഡൂമാകാൻ. ടോണി സ്റ്റാർക്കായി അത്ഭുതപ്പെടുത്തിയ മനുഷ്യൻ്റെ മാസ്കും ടാസ്കും മാറുന്നു. ആ മാറ്റം ആരാധകർക്കിടയിലും ചലനമുണ്ടാക്കുന്നു. ആ മനുഷ്യൻ്റെ MCU കംബാക്കിലൂടെ ഡൂംസ്ഡേക്ക് മുന്നേ വിട്ടുപോയ സിനിമകളെല്ലാം കാണുന്ന തിരക്കിലാണ് ഇന്ന് മാർവൽ ഫാൻസ്. വില്ലനിസത്തിൻ്റെ പീക്ക് ഡൂംസ്ഡേയിൽ കാണാനാകും. RDJ എന്ന 3 അക്ഷരം തന്നെയാണ് അതിന് ഗ്യാരണ്ടി. ഡിസംബർ 18 മാർവൽ ഫാൻസിന് ആഘോഷമാക്കാനാവട്ടെ. RDJയുടെ കംബാക്ക് ലെജൻഡറി ആകട്ടെ.